ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا. يا ساهيا لاهيا عما يراد به أنا الرحيل وما قدمت من زادي. ترجو البقاء صحيحا سالما أبدا حياة أنت غدا في من غدا غادي. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെയും നിങ്ങളുടെയും പരലോക മോക്ഷത്തിന് ആവശ്യമായ നിയമങ്ങൾ അവൻ്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്നതിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നാമുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് പള്ളിയിൽ അനൗൺസ് ചെയ്യപ്പെട്ടതുപോലെ നാം തുടർച്ചയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മരണവും മരണാനന്തരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിപാദ്യ കാര്യം ചില സാങ്കേതികമായ തടസ്സങ്ങൾ കാരണത്താൽ ഇന്ന് അത് തുടങ്ങുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിലൂടെ നമുക്കത് തുടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവാസ ലോകത്ത് നമ്മയെല്ലാം സാധാരണ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് സുദീർഘമായി രാത്രികളിൽ ഉറക്കമൊഴിക്കേണ്ടി വരുന്നു എന്ന പ്രശ്നം. രാത്രികളിൽ നീണ്ട നേരം ഉറക്കമൊഴിക്കുകയും അത് വളരെ ഏറെ നീണ്ടു നിൽക്കുകയും എന്നിട്ട് രാത്രിയുടെ അവസാന സമയങ്ങളിൽ പോയി കിടന്നുറങ്ങുകയും അത് കാരണമായി ഒട്ടേറെ ഭൗതികവും പാരത്രികവുമായ അപകടങ്ങളിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പല അനുഭവങ്ങളും നമുക്കെല്ലാവർക്കും ഉണ്ട്. പല രൂപത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും കാരണത്താൽ, പല പ്രശ്നങ്ങളും കാരണത്താൽ നമുക്ക് ഉറക്കൊഴിക്കേണ്ടി വരുന്നുണ്ട്.
എന്നാൽ ഇത് സംബന്ധമായി നാം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടെന്നും തീരെ അലസമായി ആ കാര്യത്തെ വിട്ടുകൂടാ എന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുക എന്ന സദുദ്ദേശമാണ് ഈ വിഷയം ഇന്ന് തെരഞ്ഞെടുത്തതിന്റെ പിന്നിലുള്ളത്. പല കാരണങ്ങളാൽ ഇന്ന് ആളുകൾ ഉറക്കമൊഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും പകലുകളെ രാത്രിയാക്കുകയും രാത്രികളെ പകലാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. പല കാരണങ്ങളാൽ നമ്മൾ ഇന്ന് ഉറക്കമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കച്ചവടം, നമ്മുടെ ഡ്യൂട്ടി, അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷാ സമയം തുടങ്ങിയ കാരണങ്ങളാൽ ഉറക്കമൊഴിക്കാറുണ്ട്. തന്റെയോ തന്റെ കുടുംബത്തിലെ മറ്റ് മെമ്പർമാരുടെയോ ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ തനിക്ക് സുഖമില്ല, അതല്ലെങ്കിൽ കുടുംബത്തിലെ ആർക്കെങ്കിലും സുഖമില്ല, ഈ ആരോഗ്യപരമായ കാരണങ്ങളാൽ നമ്മൾ ഉറക്കമൊഴിക്കേണ്ടി വരാറുണ്ട്. കുടുംബക്കാരെ സന്ദർശിക്കാൻ പോകുന്നത് കാരണത്താൽ, അതല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം, സൗഹൃദം നിലനിർത്തുവാനും ആ ബന്ധം നിലനിർത്തുവാനും ശ്രദ്ധിക്കുന്നതിന്റെ പേരിൽ ചില ദിവസങ്ങളിൽ ഉറക്കമൊഴിക്കേണ്ടി വരാറുണ്ട്. വേറെ ചില ആളുകൾ ചാനലുകളിൽ മുഴുകുന്നത് കൊണ്ട് ഉറക്കമൊഴിക്കുന്നു. മറ്റു ചില ആളുകൾ പകൽ സമയം ഏറെ ഉറങ്ങുന്നത് കൊണ്ട് രാത്രിയിൽ അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. മറ്റു ചില സന്ദർഭങ്ങളിൽ നാം യാത്ര പോകുമ്പോൾ നമുക്ക് യാത്രയിൽ നമ്മുടെ ഉറക്ക് നഷ്ടപ്പെടുകയാണ്. ചില അവധി ദിവസങ്ങളിൽ നാം മനഃപൂർവ്വം പലപ്പോഴും ഉറക്കമൊഴിക്കുകയാണ്. കുടുംബനാഥന്റെ അശ്രദ്ധ കാരണത്താൽ പലപ്പോഴും കുടുംബത്തിലെ മെമ്പർമാർ അനാവശ്യമായി ഉറക്കൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീത്ത കൂട്ടുകെട്ടുകളിൽ കുടുങ്ങിപ്പോയതിന്റെ കാരണത്താൽ പലരും ഉറക്കമൊഴിക്കുകയാണ്. ഇന്റർനെറ്റിലെ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളിൽ മുഴുകുന്നതിനാൽ പലരും ഉറക്കമൊഴിക്കുകയാണ്. ഇങ്ങനെ പല രൂപത്തിലുള്ള കാരണങ്ങളാൽ എന്റെയും നിങ്ങളുടെയുമൊക്കെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഉറക്കമൊഴിക്കേണ്ടി വരുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെ മൊത്തത്തിലെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ രാത്രികളിൽ ഉറക്കമൊഴിക്കുന്ന ആളുകളെ നമുക്ക് 3 വിഭാഗമായി തരംതിരിക്കാവുന്നതാണ്. 3 വിഭാഗം ആളുകളാണ് രാത്രികളിൽ ഉറക്കമൊഴിക്കുന്നത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് എടുത്തുകൊണ്ട് അവന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് അവന്റെ തൃപ്തി നേടിയെടുക്കാൻ പര്യാപ്തമായ മേഖലകളിൽ തന്റെ സമയം ചെലവഴിച്ചുകൊണ്ട് ഉറക്കമൊഴിക്കുന്ന ആളുകൾ ഒരു വിഭാഗം അവരാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ, അവർ ഉറക്കമൊഴിക്കുന്നത് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ്. അത് പുണ്യകർമ്മമായിട്ടല്ല, ഹലാലാണ് ആ കാര്യം ചെയ്യൽ. ഇപ്പൊ ഡ്യൂട്ടിയുടെ കാരണത്താൽ, അതല്ലെങ്കിൽ ബിസിനസ് കാരണത്താൽ, ഹലാലായ യാത്ര കാരണത്താൽ, അല്ലെങ്കിൽ കുടുംബത്തോടൊന്നിച്ചുള്ള സംസാരങ്ങളും ചർച്ചകളും കാരണത്താൽ ഇങ്ങനെ അനുവദനീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന ആളുകളും ഉണ്ട്. മൂന്നാമതൊരു വിഭാഗം ഫീ മഅസിയത്തില്ല, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഉറക്കമൊഴിക്കുന്ന ആളുകളാണ്. അവർ ഉറക്കൊഴിക്കുന്നത് അനുവദിക്കപ്പെട്ട കാര്യത്തിന് വേണ്ടിയല്ല, പുണ്യകർമ്മത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിലല്ല, തികച്ചും അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ മുഴുകിയതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ 3 കാരണങ്ങളാൽ ലോക ജനതയുടെ ആളുകൾ ദിനേന ഉറക്കൊഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമികമായ വീക്ഷണം എന്ത്? നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ത്? ഇതിനെക്കുറിച്ച് തീരെ ശ്രദ്ധിക്കാതെ അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്നൊരു കാര്യമാണോ? ആവുന്നത്ര നമുക്ക് സൂക്ഷ്മത പാലിച്ചുകൂടെ? നമുക്ക് കഴിയില്ലെങ്കിൽ അത് അല്ലാഹു നമ്മെ പിടികൂടുകയില്ല. നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് നിർബന്ധിക്കുന്നതെങ്കിൽ നാം കുറ്റക്കാരാകുന്നില്ല. പക്ഷേ നാം ചിന്തിക്കുക, ഓരോരുത്തരും തീരുമാനമെടുക്കുക, ഞാൻ ഉറക്കൊഴിക്കുന്നത് എനിക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം ബോധിപ്പിക്കാവുന്ന കാരണങ്ങൾ കൊണ്ടാണോ? ഈ ഒരു ചിന്തക്ക്
എന്റെയും നിങ്ങളുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിക്കാൻ വേണ്ടിയാണ് ഈ വിഷയം തെരഞ്ഞെടുത്തിട്ടുള്ളത്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മുസ്ലിമീങ്ങളുടെ പൊതു നന്മയിൽ വ്യാപരിച്ചുകൊണ്ട് ഉറക്കമൊഴിക്കുന്നത് നല്ല കാര്യമാണ്. മുസ്ലിമീങ്ങൾക്ക് പൊതുവായി ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ യോഗം ചേരുന്നു. മുസ്ലിമീങ്ങളുടെ പൊതു പ്രശ്നമാണ്, ഇസ്ലാമികമായ പൊതു കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ഉറക്കമൊഴിക്കുന്നുവെങ്കിൽ അതൊരു തെറ്റായ സംഗതിയല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്നും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമൊക്കെ ഫിൽ അംരി മിൻ ഉമൂരിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന പൊതു പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി രാത്രിയിൽ ഏറെ ഉറക്കമൊഴിക്കുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. വ അന മഅഹുമാ, അവരോട് രണ്ടാളുടെയും കൂടെ ഞാനും അതിൽ ഭാഗഭാക്കാകാറുണ്ടായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നമുക്ക് തർക്കമില്ല, പൊതുവായ മുസ്ലിമീങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളുടെ ചർച്ചകൾക്ക് വേണ്ടി, പരിഹാരത്തിന് വേണ്ടി, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നത്, ഇശാഇന് ശേഷവും കൂടുന്നത്, അതുപോലെ തന്നെ ആ രൂപത്തിൽ സമയം കാണുന്നത് നല്ല കാര്യം തന്നെയാണ്. രണ്ടാമത്തെ വിഷയം അറിവ് നേടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അറിവ് നേടുക, ഇൽമു നേടേണ്ട കാര്യത്തിന് വേണ്ടി നാം നമ്മുടെ സമയം ചെലവഴിക്കുന്നു, ഉറക്കമൊഴിക്കുന്നു. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ നൽകി കാണാം. ബാബുസ് സമരി ഫിൽ ഫിഖ്ഹി വൽ ഖൈരി ബഅദൽ ഇശാ, ഇശാക്ക് ശേഷവും നല്ല കാര്യങ്ങളിൽ, ഇസ്ലാമികമായ ഇൽമു നേടുന്ന വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള ചർച്ച ചെയ്തുകൊണ്ട് അത് സംബന്ധമായ വർത്തമാനങ്ങളിലും കാര്യങ്ങളിലുമൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ഉറക്കമൊഴിക്കുന്നത്, അതിനെ സംബന്ധിച്ച് ഒരു അധ്യായം തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ലാ കൊടുത്തിരിക്കുകയാണ്. ആ തലക്കെട്ടിന് കീഴെ മഹാനവറുകൾ ഒരു സംഭവം രേഖപ്പെടുത്തുന്നു. ഖുർറത്ത് ബിൻ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഒരിക്കൽ അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്തിരുന്ന ഒരു പണ്ഡിതനായിരുന്നു താബിഈ പണ്ഡിതനായ ഹസനുൽ ബസരി റഹിമഹുല്ലാ. ഹസൻ ബസരി റഹിമഹുല്ലയെ ഞങ്ങൾ കാത്തിരുന്നു, രാത്രിയിലാണ് ഞങ്ങൾ കാത്തിരുന്നു. വറാസ അലൈനാ ഹത്താ ഖറുബ്നാ മിൻ വഖ്തി ഖിയാമിഹി, സാധാരണഗതിയിൽ മഹാനവറുകൾ ക്ലാസ് കഴിഞ്ഞു പോകുന്ന നേരമായി. ആ അവസരം വരെ അദ്ദേഹം പിന്തി. ആ ഘട്ടത്തിലാണ് അദ്ദേഹം പിന്നെ കടന്നു വരുന്നത്. സാധാരണ ക്ലാസ് കഴിഞ്ഞു പോകേണ്ട നേരമായിട്ടുണ്ട്. ആ സമയത്താണ് ഹസൻ റളിയല്ലാഹു തആല അൻഹു കയറി വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ ചില അയൽപക്ക സംബന്ധമായ പ്രശ്നങ്ങളിൽ ഞാൻ പെട്ടുപോയത് കൊണ്ടാണ് നേരം വൈകിയത്. മാത്രമല്ല, എന്നിട്ട് അദ്ദേഹം മഹാനവറുകൾ അവിടെ കൂടിയ ആളുകളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു സംഭവം കേൾപ്പിക്കട്ടെയോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു സംഭവം, സഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നൊരു സംഭവം അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത് ഹസൻ റളിയല്ലാഹു അൻഹു അവർക്ക് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്? ഇൻതളർന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത ലൈലത്തിൻ, ഒരു രാത്രിയിൽ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഹത്താ കാന ശത്റുൽ ലൈലി, രാത്രിയുടെ പകുതിയായപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് വന്നത്. വളരെ വൈകിയാണ് നമസ്കാരത്തിനെത്തിയത്. അങ്ങനെ അവിടുന്ന് ഞങ്ങളെയും കൂട്ടി നമസ്കരിച്ചു. അപ്പോഴേക്ക് കുറച്ചാളുകൾ നമസ്കരിച്ചു പോയിരുന്നു, നേരം വൈകിയത് കൊണ്ട്. ഞങ്ങൾ കുറെ ആളുകൾ അപ്പോഴും ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എന്തോ ഒരു തിരക്കിൽപ്പെട്ടതായിരിക്കും, അവിടുന്ന് വരട്ടെ എന്ന നിലക്ക് കാത്തിരിക്കുകയാണ് കുറെ സഹാബിമാർ. അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സംസാരിച്ചു, പ്രസംഗിച്ചു. ഫഖാല, അവിടുന്ന് പറഞ്ഞു, അലാ ജനങ്ങളെ, ഇന്നന്നാസ ഖദ് സല്ലൗ സുമ്മ റഖദു, പല സഹോദരങ്ങളും അവർ നമസ്കരിച്ചു പോയി, ഉറങ്ങിപ്പോയി. വഇന്നകും ലം തസാലു ഫീ സലാത്തിൻ മൻ തദർതുമുസ്സലാ, നിങ്ങൾ ഈ നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നല്ലോ, ആ കാത്തിരുന്നത് നിങ്ങൾക്ക് വെറുതെ ആയിട്ടില്ല, നിങ്ങൾക്കത് പുണ്യം തന്നെയാണ്. നിങ്ങൾ നമസ്കാരത്തിൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് നമസ്കാരത്തിലെ പുണ്യം തന്നെയാണ്. മൻ തദർതുമുസ്സലാ, നിങ്ങൾ നമസ്കാരത്തെ കാത്തിരുന്ന സമയം.
ഇത് ഹസൻ റളിയല്ലാഹു തആല അൻഹു എന്തിനാണ് അവരെ പഠിപ്പിച്ചത്? ഈ കാര്യം പഠിപ്പിക്കാനാണെന്ത്? വഇന്നൽ ഖൗമ ലാ യസാലൂന ബിഖൈരിൻ മൻതദറുൽ ഖൈറ. ഒരു ഖൈറായ കാര്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, സാധാരണഗതിയിൽ നടക്കുന്ന ഒരു ഖൈറായ കാര്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഏതോ ഒരു പ്രത്യേക കാരണത്താൽ ഘട്ടത്തിൽ അല്പസമയം വൈകുകയോ അല്ലെങ്കിൽ കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വരികയോ ചെയ്താൽ ഒരാളും മുഷിപ്പ് കാണിക്കരുത്, ഒരാളും ആ കാര്യത്തിൽ ഒരു വിരോധം കാണിക്കരുത്. കാരണം എന്താണ്? അവിടുന്ന് ഒരു തത്വം പഠിപ്പിക്കുകയാണ്. വഇന്നൽ ഖൗമ ലാ യസാലൂന ബിഖൈരിൻ മൻതദറുൽ ഖൈറ. ഖൈറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നേരമത്രയും ഖൈറിൽ തന്നെയായിരിക്കും. ഖൈറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നേരം വെറുതെയാവില്ല, വൃഥാവിലാവില്ല. ഖൈറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നേരമത്രയും അതേ ഖൈറിൽ പങ്കെടുത്ത പ്രതിഫലത്തോടെ തന്നെയാണ് നിങ്ങൾക്ക് രേഖപ്പെടുത്തപ്പെടുന്നത് എന്ന് ഹസൻ റളിയല്ലാഹു തആല അൻഹു വൈകി വന്നപ്പോൾ ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് ഇമാം ബുഖാരി റഹിമഹുല്ലാ അവിടുത്തെ സഹീഹിൽ ബാബു സമരി ഫിൽ ഫിഖ്ഹി വൽ ഖൈരി ബഅദൽ ഇശാ, ഇശാക്ക് ശേഷം ഏറെ വൈകിയും ഫിഖ്ഹിന്റെ കാര്യത്തിൽ, ഇസ്ലാമികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്ന വിഷയത്തിൽ, ഖൈറായ കാര്യത്തിൽ സംസാരിക്കുകയും ഉറക്കമൊഴിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നാൽ അത് വൃഥാവിലല്ല, നന്മ തന്നെയാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വളരെ ഇസ്ലാമികമായ ഇൽമ് നേടേണ്ട കാര്യത്തിൽ സഹാബാക്കളും താബിഈങ്ങളും താബിഈങ്ങളും ഇമാമിങ്ങളും ഒക്കെ വളരെയേറെ മുന്നിലായിരുന്നു എന്ന് അവരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ഹസൻ ഇബ്നു ഷഖീഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഖുംതു മഅ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്ന് പറഞ്ഞാൽ താബിഈ പണ്ഡിതനാണ്. ആ താബിഈ പണ്ഡിതന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പണ്ഡിതനാണ് ഹസൻ റഹിമഹുല്ലാ. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഒരു തണുപ്പുള്ള രാത്രിയിൽ അതാ ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഞാനും അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കും ഒക്കെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ വാതിലിന്റെ സമീപത്തെത്തിയപ്പോൾ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ എന്നോടൊരു ഹദീസിനെ സംബന്ധിച്ച് ചർച്ച തുടങ്ങി. അങ്ങനെ ഞാനും അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തു തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ചർച്ച ഫജ്റിന് മുഅദ്ദിൻ വന്ന് ബാങ്ക് വിളിക്കുവോളം നീണ്ടുപോയി. ഞങ്ങൾ അറിഞ്ഞില്ല. അത്രയും ഇൽമിന്റെ കാര്യത്തിൽ അവർ വളരെയേറെ ശ്രദ്ധ കാണിച്ചിട്ടുണ്ട് രാത്രികളിൽ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വകാന വകീഅ ഇബ്നുൽ ജറാഹ് റഹിമഹുല്ലാ, വകീഅ റഹിമഹുല്ലാ ഇദാ സല്ലൽ അതമ യൻസരിഫു മഅഹു അഹ്മദ് ഇബ്നു ഹംബൽ. അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, ആ ഇമാമായ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയും വകീഅ റഹിമഹുല്ലയും ഒക്കെ ഒരു പള്ളിയിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലതാ അവർ നമസ്കാരം കഴിഞ്ഞ് ഇശാ നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ വാതിൽക്കൽ വെച്ച് അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ ഇദ്ദേഹവുമായി ഇസ്ലാമികമായ ഒരു കാര്യം ഒരിക്കൽ ചർച്ച ചെയ്ത്, അങ്ങനെ ചർച്ച ചെയ്ത് സംസാരിച്ച് ഫലം യസൽ ഖായിമ ഹത്താ ജാഅത്തിൽ ജാരിയതു ഫഖാലത് ഖദ് തലഅൽ കൗകബ്. ഞങ്ങൾ നിന്ന് നേരം പോയത് അറിഞ്ഞില്ല. അവസാനം വീട്ടിലെ ഒരു വേലക്കാരി വന്നിട്ട് പറയുകയാണ്, ഇതേ പ്രഭാതമായി കഴിഞ്ഞല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥയോളം എത്തി. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. എല്ലാ ദിവസവും ഉറങ്ങാതെ ഫിഖ് പഠിച്ചു അല്ലെങ്കിൽ ഇൽമു പഠിച്ചു എന്നല്ല, അവരുറക്കമൊഴിച്ചിരുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായി. അവർ ഉറക്കമൊഴിച്ചിരുന്നത്, ഏറെ സമയം കണ്ടിരുന്നത് നന്മകൾ കിട്ടുന്ന, അല്ലാഹുവിന്റെ അടുക്കൽ തങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതേ ഇമാം ബുഖാരി റഹിമഹുല്ലാ അവിടുത്തെ സഹീഹിൽ തന്നെ മറ്റൊരു അധ്യായം നൽകുന്നു, ബാബുസ് സമരി മഅൽ ളൈഫി വല്ലഹിൽ. തന്റെ കുടുംബത്തിലെ മെമ്പർമാരോടൊപ്പം അതുപോലെ തന്നെ തന്റെ വീട്ടിൽ വന്ന അതിഥികളോടൊപ്പം ഒരൽപ്പസമയം സംസാരിച്ചിരുന്ന് നേരം വൈകി ഉറക്കമൊഴിക്കേണ്ടി വന്നാൽ അതിൽ മുഷിപ്പ് കാണിക്കേണ്ടതില്ല. അതവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. ആ ഉദ്ദേശാർത്ഥം അവരെ സന്തോഷിപ്പിക്കുക എന്ന നിലക്ക് ഒരു സൽക്കർമ്മമായി കൊണ്ടാണ് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ താഴെ പറയുന്ന സംഭവത്തിൽ നിന്ന് തെളിവ് പിടിച്ചുകൊണ്ട് അധ്യായം നൽകിയിട്ടുള്ളത്. എന്നിട്ട് ആ അധ്യായത്തിന്റെ കീഴെ മഹാനവറുകൾ നൽകുന്ന സംഭവം എന്താണ്? മദീനത്തെ പള്ളിയിലതാ ഇന്നും വേർതിരിച്ച് ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രദേശത്ത് പാവങ്ങളായ സഹാബാക്കൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. അഹ്ലുസുഫത്ത് എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ഉടുതുണിക്ക് മറുതുണിയില്ലാതിരുന്ന പാവങ്ങളായ ഫുഖറാക്കളായ സഹാബാക്കൾ
വളരെ ദരിദ്രന്മാരായ സഹാബാക്കൾ. അവർക്ക് വീടില്ലായിരുന്നു, അവർക്ക് അഭയ കേന്ദ്രങ്ങളില്ലായിരുന്നു. മദീനത്തെ പള്ളിയിൽ തന്നെ സദാ കഴിച്ചുകൂട്ടിയിരുന്ന പാവങ്ങളായ സഹാബാക്കിറാം റളിയല്ലാഹു അൻഹും. ആ സഹാബാക്കൾ, അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും സഹാബിമാരോട് അതാ ഇശാ നമസ്കാരം കഴിഞ്ഞാൽ പറയാറുണ്ട്, മൻ കാന ഇൻദഹു തആമു സ്നൈനി ഫൽയദ്ഹബ് ബിസാലിസിൻ വഇന്ന അർബഉൻ ഫഖാമിസുൻ ഔ സാദിസുൻ എന്നിങ്ങനെ പലപ്പോഴും അവിടുന്ന് പറയാറുണ്ടായിരുന്നു. എന്താണ് ആ പറയുന്നതിന്റെ അർത്ഥം? മൻ കാന ഇൻദഹു തആമു സ്നൈൻ, നിങ്ങളിൽ ഒരാളുടെ പക്കൽ രണ്ടാൾക്കുള്ള ഭക്ഷണം വീട്ടിൽ തയ്യാറുള്ളവർ, ഫൽയദ്ഹബ് ബിസാലിസിൻ, മൂന്നാമത്തെ ഒരാളെ കൊണ്ടുപോകട്ടെ. നാലാൾക്ക് ഭക്ഷണം തയ്യാറുള്ളവർ ഒരഞ്ചാമനെ കൊണ്ടുപോകട്ടെ. അഞ്ചാൾക്ക് ഭക്ഷണം വീട്ടിൽ റെഡിയുള്ളവർ ഒരാറാമനെ കൊണ്ടുപോകട്ടെ. അങ്ങനെ അവിടെയുണ്ടായിരുന്ന പാവങ്ങളായ സഹാബിമാരെ, അവിടെ വീടുള്ള കുറച്ചൊക്കെ കഴിവുകളുള്ള സഹാബിമാർക്ക് വീതിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് അയക്കാറുള്ള സംഭവം. ആ സംഭവത്തിലെ സുദീർഘമായ സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറി വന്ന, അതല്ലെങ്കിൽ ഈ രൂപത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കൊണ്ടുപോയ 3 അതിഥികൾക്ക് വേണ്ടി അവിടുന്ന് കുറച്ചു നേരം രാത്രിയിൽ സുദീർഘമായി ഇരിക്കേണ്ടി വന്നതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ തെളിവുദ്ധരിച്ചുകൊണ്ടാണ് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഈ അധ്യായം കൊടുത്തിരിക്കുന്നത്. തന്റെ വീട്ടിലെത്തിയ അതിഥികളെ മാനിക്കാൻ അത് ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമാണല്ലോ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ദൈഫഹു. അല്ലാഹുവിലും അന്ത്യദിനത്തിലും ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്റെ ഗസ്റ്റിനെ ആദരിക്കട്ടെ, തന്റെ അതിഥിയെ മാനിക്കട്ടെ, നല്ല നിലക്ക് വർത്തിക്കട്ടെ എന്നാണല്ലോ പറഞ്ഞത്. ആ നിലക്ക് അങ്ങനെ ഇരിക്കേണ്ടി വന്നാൽ ആ രൂപത്തിലും ഉറക്കമൊഴിക്കുന്നത് എന്തല്ല, ഒരു തെറ്റല്ല എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ കാവൽ നിൽക്കാനായി ഉറക്കൊഴിക്കുന്നത് ഇസ്ലാമികമായ ഒരു കാര്യത്തിന് കാവൽ നിൽക്കുകയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ ഇപ്പോഴും നമുക്ക് കാണാം, സമ്മേളനങ്ങൾ നടക്കുമ്പോൾ നാളെ സമ്മേളനം നടക്കുകയാണെങ്കിൽ ഇന്ന് സ്റ്റേജും പരിസരവുമൊക്കെ കാവൽ നിൽക്കേണ്ടി വരാറുണ്ട് നമ്മുടെ പ്രവർത്തകന്മാർ. അവർ ഒരു പക്ഷേ പരിപാടികൾ പോലും കേൾക്കാറില്ല, സമ്മേളന സദസ്സ് അവർ കാണാറില്ല. കാരണം എന്താണ്? അവർ ഉറക്കൊഴിച്ച് ഓരോ ട്യൂബിന്റെയും ഭാഗത്ത്, ജനറേറ്ററിന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ ഭാഗത്തൊക്കെ ആളുകൾ രാത്രിയിൽ കാവൽ നിൽക്കേണ്ടി വരാറുണ്ട്. എന്താ കാരണം? തൗഹീദ് പറയുന്ന ആളുകളുടെ സദസ്സ് കയ്യേറാൻ, അവരുടെ ജനറേറ്ററിൽ പൂഴിവാരിയിടാൻ, ട്യൂബ് ലൈറ്റുകൾ തല്ലി തകർക്കാൻ, വയറുകളുടെ കണക്ഷൻ വേറിട്ട് അവിടെ നിഗൂഢമായ ഇരുട്ടുണ്ടാക്കി കുഴപ്പമുണ്ടാക്കാൻ തൗഹീദിന്റെ ശത്രുക്കൾ ഇന്നും ശ്രമം കേരളത്തിൽ നടത്തുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കപ്പെടുന്ന വേദികൾ കയ്യേറ്റം ചെയ്യപ്പെടുന്നു, പണ്ഡിതന്മാര് കയ്യേറ്റം ചെയ്യപ്പെടുന്നു, അവിടെ കലഹങ്ങൾ ഉണ്ടാക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നുമുണ്ട് പ്രിയപ്പെട്ടവരെ. കേരളത്തിൽ ഇന്നും തൗഹീദ് പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത മണ്ണുകളുണ്ട്, അടിച്ചോടിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള മേഖലകൾ ഇന്നുമുണ്ട്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം പതറിയിട്ടില്ല, ഒരിക്കലും തളർന്നിട്ടില്ല. അതതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ അതെപ്പോഴും ഉൾപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുന്ന് പറഞ്ഞില്ലേ, ഹുർരിമത്തിന്നാർ അലാ ഐനിൻ സഹിറത്ത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അതാ ഉറക്കമൊഴിക്കുന്ന കണ്ണുകൾക്ക് നരകത്തീ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, നരകാഗ്നി നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുത്തെ വധിക്കാൻ ഗൂഢാലോചന ചെയ്തവരുണ്ടായിരുന്നു, അവിടുത്തേക്ക് ദേഹോപദ്രവമേൽപ്പിക്കാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അതാ സഹാബിമാരെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മൻ യഹ്റുസുനാ ഫീ ലൈലത്തിനാ ഹാദിഹി, നമ്മുടെ ഈ രാത്രിയിൽ, ഇന്നത്തെ രാത്രിയിൽ നമുക്ക് കാവൽ നിൽക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തയ്യാറുള്ളവർ ആരുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് അവിടുന്ന് താമസിക്കുന്ന ടെന്റിന് മുകളിൽ പരിസരത്ത് കാവൽ നിന്ന സഹാബിമാരുണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന, ആ രൂപത്തിൽ ഉറക്കമിളക്കുന്നത് പുണ്യകരമായ ഉറക്കിളക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉറക്കമൊഴിക്കേണ്ടത്, അതല്ലാത്ത മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അതേ അവസരത്തിൽ തന്റെ ജോലികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നമുക്കറിയാം, പ്രവാസികളുടെ ജീവിതത്തിൽ ഡ്യൂട്ടി ചേഞ്ചായി വരുന്ന എത്രയോ സഹോദരന്മാരുണ്ട്. ഒരു ദിവസം പകൽ ഡ്യൂട്ടിയാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും, മാറി മാറി വരും. അവരെ സംബന്ധിച്ചിടത്തോളം അവരതിന് നിർബന്ധിതരാണ്. അതുപോലെ തന്നെ നാം യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ ഉറക്കമൊഴിക്കാൻ നിർബന്ധിതരാകാറുണ്ട്. പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിർബന്ധിതരാകാറുണ്ട്. അതൊക്കെയും അള്ളാഹു അറിയുന്നവനാണ്. പക്ഷേ നാം മനസ്സിലാക്കുക, മൂന്നാമത്തെ ഈ ഭാഗത്തിൽ ഒരിക്കലും നാം പെട്ടുപോകരുത്. ആരാണവർ? ഫീ മഅസിയത്തില്ലാ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഉറക്കമൊഴിക്കുന്ന ആളുകളായി തീരാൻ പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആളുകൾ ഇന്ന് ഉറക്കമൊഴിക്കുന്നത് എന്തിനാണ്? വീട്ടമ്മമാര് ഉറക്കമൊഴിക്കുന്നത് എന്തിനാണ്? കുട്ടികൾ ഉറക്കമൊഴിക്കുന്നത് എന്തിനാണ്? ആളുകളിൽ പലരും ഇന്ന് ഉറക്കമൊഴിക്കുന്നത് എന്തിനാണ്? സുദീർഘമായി ആളുകൾ വിനോദങ്ങളിലാണ്. ഫുട്ബോൾ തരംഗമുണ്ടാകുന്ന കാലത്ത്, ക്രിക്കറ്റ് തരംഗമുണ്ടാകുന്ന കാലത്ത്, രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുണ്ടായി തെരഞ്ഞെടുപ്പിന്റെ വാർത്തകൾ ചൂടുപിടിക്കുന്ന കാലത്ത്, അതുപോലെ തന്നെ ചുമരുകളും ഫ്ലക്സ് ബോർഡുകളും മുഴുവൻ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കട്ടൗട്ടുകൾ കൊണ്ട് നിറയുന്ന പഞ്ചായത്ത് ഇലക്ഷനുകളുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ലോകസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഒക്കെ കാലത്ത് ആളുകളതാ പല രൂപത്തിലുള്ള പ്രേരണകൾക്ക് വശംവദരായിക്കൊണ്ട് തികച്ചും ഇസ്ലാമിന് അന്യമായ വഴികളിലേക്ക് അവരുടെ സമയം ചെലവഴിക്കുന്നു, അവരുടെ പണം ചെലവഴിക്കുന്നു, അവരുറക്കമൊഴിച്ചുകൊണ്ട് നടക്കുന്നു. നാം മനസ്സിലാക്കുക, ഇത് എത്രത്തോളം ശരിയാണെന്ന് ഗൗരവത്തോടുകൂടെ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. താൻ ഉറക്കമൊഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന എത്രയോ ആളുകളുണ്ട്. തെറ്റായ ഒരു കാര്യമല്ല. നമുക്കറിയാം, നമ്മുടെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ, ഇന്റർനെറ്റിലെ ബൈലക്സിൽ, നമ്മുടെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമുകളിൽ രാത്രികളിൽ സുദീർഘമായി അതാ ഡ്യൂട്ടി കഴിഞ്ഞെത്തുന്ന ഒരുപാട് ആ സൈറ്റിൽ കയറുന്ന ക്ലാസ് റൂമിലെത്തുന്ന ആ ധാരാളം ആളുകളുടെ ഇസ്ലാമികമായ സംശയങ്ങൾ തീർത്തു കൊടുക്കുവാൻ വേണ്ടി ക്ഷീണം വകവെക്കാതെ ഉറക്കമൊഴിച്ചുകൊണ്ടിരുന്ന മറുപടി നൽകുന്ന എത്രയോ നമ്മുടെ പണ്ഡിത സുഹൃത്തുക്കളുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ഇൽമും ആരോഗ്യവും വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നന്മയുടെ മാർഗത്തിലേക്ക് എത്രയോ സമയം ചെലവഴിക്കുന്ന ആളുകളുണ്ട്. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകളിൽ മുഴുകുന്ന ആളുകളുണ്ട്. അതേ അവസരത്തിൽ അതേ നെറ്റുകൾ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മോശമായ രംഗങ്ങൾ കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന ആളുകളുണ്ട്. താൻ തനിച്ചിരിക്കുന്ന റൂമിൽ പടച്ചവൻ കാണുന്നുണ്ടെന്ന ബോധമില്ലാതെ മോശമായ രംഗങ്ങളിലേക്ക് തന്റെ കണ്ണയച്ചുകൊണ്ട് ആസ്വദിച്ച് പിരാന്തന്മാരാകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ വിനോദങ്ങളിൽ, ക്രിക്കറ്റ് കളിയിൽ, അതുപോലെ തന്നെയുള്ള ഒരുപാട് പല രൂപത്തിലുള്ള കളികളിൽ ഏർപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഗാനങ്ങൾ ആസ്വദിച്ചുകൊണ്ട്, സിനിമകൾ കണ്ടുകൊണ്ട്, സീരിയലുകൾ ആസ്വദിച്ചുകൊണ്ട്, അങ്ങനെ ഒട്ടേറെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു ഹറാമിൽ നിന്ന് മറ്റൊരു ഹറാമിലേക്ക്, ആ ഹറാമിൽ നിന്ന് മറ്റൊരു ഹറാമിലേക്ക്, അതിൽ നിന്ന് മറ്റൊരു ഹറാമിലേക്ക്, ഒരു ഹറാമും അടുത്താൽ മറ്റൊരു ഹറാമിലേക്ക്, ഇങ്ങനെ ഹറാമിൽ നിന്ന് ഹറാമിലേക്ക്, ഇങ്ങനെ ഹറാമുകളിലേക്ക് ചെയിനായി ചങ്ങലയായി കൂപ്പുകുത്തിക്കൊണ്ട് അല്ലാഹു നൽകിയ ഏറ്റവും പവിത്രമായ രാത്രിയിലെ സമയങ്ങളെ കൊന്നുകളഞ്ഞുകൊണ്ട് തനിക്ക് ഏറ്റവും വലിയ ഉപദ്രവം വരുത്തി വെക്കുന്ന ആളുകളുണ്ട്. ഈ വിഷയത്തിൽ അതാ ധാരാളം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാസികൾ മാത്രമല്ല, ഈ ശബ്ദം നമ്മുടെ നാടുകളിൽ ശ്രവിക്കുന്നുണ്ടല്ലോ. നെറ്റ് സർവീസിലൂടെ, നമ്മുടെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ, നമ്മുടെ ഇവിടെ നടക്കുന്ന ക്ലാസ് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തത്സമയം എല്ലാവരോടും സൂചിപ്പിക്കട്ടെ, ഏത് നാട്ടിലായിരുന്നാലും എവിടെയായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നന്മയുടെ മാർഗങ്ങളിലേക്ക്, അനുവദിക്കപ്പെട്ട മാർഗങ്ങളിലൂടെ അല്ലാതെ ഉറക്കമൊഴിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. സുദീർഘമായി ടെലിഫോൺ ചെയ്യുകയാണ്. ആ രൂപത്തിലുള്ള ചർച്ചകൾ തുടരുകയാണ്. ഞാൻ ഒരിക്കൽ ഖുത്ബയിൽ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നമ്മുടെ നാട്ടിലെ ഒരു ടെലിഫോൺ വിഭാഗത്തിൽപ്പെട്ട ഒരു മൊബൈൽ കമ്പനി നൽകിയ പരസ്യം, അവർ വിടുന്ന മെസ്സേജ് എന്തായിരുന്നു? രാത്രി 12 മണി കഴിഞ്ഞാൽ കിട്ടുന്ന മെസ്സേജ് എന്താണ്? ഇനിയും ഉറങ്ങിയിട്ടില്ല അല്ലേ? നിങ്ങൾ ഉറങ്ങിയിട്ടില്ല അല്ലേ? നിങ്ങൾക്ക് വിരസത അനുഭവപ്പെടുന്നു
അനുഭവപ്പെടുന്നുവോ എങ്കിൽ നിങ്ങളുടെ വിരസതയകറ്റാൻ സുന്ദരിമാർ കാത്തിരിക്കുന്നു. താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കൂ, മിനിറ്റിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് യുവാക്കളുടെ രക്തം തിളപ്പിക്കുന്ന, യുവതികളുടെ രക്തം തിളപ്പിക്കുന്ന, അവരെ മോശപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അതാ സുബഹിയോടെടുക്കുന്ന സമയം വരെയും അതാ മനുഷ്യൻ ശാന്തമായി ഉറങ്ങേണ്ടുന്ന ആ സമയത്ത് പോലും ഹറാമായ വർത്തമാനങ്ങളിലേക്ക്, നോട്ടങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കുക. നാം ഉറക്കമൊഴിക്കുന്നുണ്ടെങ്കിൽ അത് പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടിയായിരിക്കട്ടെ, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കട്ടെ. അനനുവദനീയമായ മേഖലകളിലേക്ക് നാം ഉറക്കമൊഴിക്കരുത്. ഒരുപാട് ഷർറുകളാണ് നമുക്കതുകൊണ്ടുണ്ടാകാനുള്ളത്. ഒന്നാമത്തെ ഷർറ് എന്താണ്? നാം അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, കാന യക്റഹുൻ നൗമ ഖബ്ലൽ ഇശാഇ വൽ ഹദീസ ബഅദഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശായിന് മുമ്പ് ഉറങ്ങുന്നത് വെറുക്കാറുണ്ടായിരുന്നു. ഇശാക്ക് മുമ്പ് ഉറങ്ങുന്നത് അവിടത്തേക്ക് വെറുപ്പായിരുന്നു. വൽ ഹദീസ ബഅദഹാ, ഇശാക്ക് ശേഷം ഇങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇശാക്ക് ശേഷം അനുവദിക്കപ്പെട്ടതല്ലാത്ത വർത്തമാനങ്ങളിൽ മുഴുകലായിരിക്കും ആ പറഞ്ഞതെന്ന്. അല്ല, നിങ്ങൾ നോക്കൂ, അതിന്റെ ശറഹിൽ നമുക്ക് കാണാം, യഅനി ഫിൽ അംരിൽ മുബാഹി, അനുവദിക്കപ്പെട്ട കാര്യങ്ങളിലായിരുന്നാൽ പോലും ഒഴിവാക്കലാണ് വേണ്ടത്. ഹദീസ് ഫീ മുഹറം, ഹറാമായ ഒരു കാര്യത്തിലാണ് വർത്തമാനം പറയുന്നതെങ്കിലോ, ഇശാക്ക് ശേഷം നീണ്ട സംസാരം ഹറാമായ കാര്യത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണെങ്കിലോ അത് ഫലാ യജൂസു, അത് അനുവദനീയമല്ലല്ലോ. സവാൻ കാന ബഅദൽ ഇശാഇ ഔ ഖബ്ലഹാ ഫീ അയ്യി വഖത്തിൻ മിൻ ലൈലിൻ ഔ നഹാരിൻ, രാവോ പകലോ ആകട്ടെ, ഇശാക്ക് മുമ്പോ പിറകെയോ ആകട്ടെ, ഒരു സമയത്തും ഹറാം സംസാരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശം അനുവദിക്കപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഇശാക്ക് ശേഷം ഇങ്ങനെ വലിയ ഒരു പ്രത്യേകമായ ഉപകാരം അതുകൊണ്ടില്ലെങ്കിൽ നാം അത് ഒഴിവാക്കലാണ് നല്ലത്. നേരത്തെ ഉറങ്ങാൻ സാധിക്കുമെങ്കിൽ, നേരത്തെ ഉറങ്ങാൻ അവസരം കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കുക എന്ന ഒരു സമ്പ്രദായത്തിന് കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പ്രവാസികളായ നമ്മുടെ ജോലി തിരക്കുകളും ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളും മറന്നുകൊണ്ടല്ല ഈ ഉള്ളവൻ സംസാരിക്കുന്നത്. കഴിയുന്നത്ര അവരവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവുക എന്നാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത്. ഹറാം എന്തായാലും ഉണ്ടാകരുത്, ഒഴിവാക്കണം. അതേ അവസരത്തിൽ അനുവദനീയമായ കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരുമ്പോൾ പോലും സൂക്ഷ്മത പാലിക്കുക. നമുക്ക് ആവശ്യത്തിനുള്ളത് മതി എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ നോക്കൂ, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലതാ അദ്ദേഹം ഈ കാര്യത്തിൽ കുറച്ച് കാർക്കശ്യം ആവശ്യമില്ലാത്തവർ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് കാർക്കശ്യം പുലർത്താറുണ്ടായിരുന്നു. ഫത്ഹുൽ ബാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ രാത്രിയിൽ നീണ്ട സംസാരത്തിൽ ഏർപ്പെട്ട ആളുകളോട് പോലും അദ്ദേഹം ചിലപ്പോ തന്റെ കയ്യിലുണ്ടായിരുന്നു കുറുവടി കൊണ്ട് ചൊട്ടിക്കൊണ്ട് ചോദിക്കും, രാത്രിയുടെ ആദ്യത്തിൽ ഇരുന്ന് ഇങ്ങനെ സ്വറച്ചിട്ട് രാവേറെ ചെന്നിട്ട് അവസാനം ഉറങ്ങാനാണോ തീരുമാനം, പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്നുവരെ മഹാനവറുകൾ പറയാറുണ്ടായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ കൽപ്പനയോടുള്ള ഒരു നീരസം ഇതിൽ വന്നു പോകുന്നുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ അപകടം എന്താണ്? പരമപ്രധാനമായ രണ്ടാമത്തെ അപകടം ഇളാഅത്തു സ്വലാത്തുൽ ഫജ്ർ, ഫജ്ർ നമസ്കാരം നഷ്ടപ്പെടാൻ സാധ്യതയേറെയാണ്. ഫജ്ർ നമസ്കാരം നഷ്ടപ്പെടാൻ സുബഹിക്ക് തൊട്ട് മുമ്പ് പോയി ഉറങ്ങുന്ന ആളുകൾ പിന്നെ രാവിലെ വളരെ വൈകി എഴുന്നേൽക്കുന്ന സ്ഥിരമായ സമ്പ്രദായമാക്കുന്ന ആളുകൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നന്മക്ക് വേണ്ടി ഉറക്കൊഴിച്ചാൽ പോലും ഇക്കാര്യം സംഭവിക്കുന്നുവെങ്കിൽ അപകടമാണ്. നല്ല കാര്യത്തിനാണ് ഒഴിവാക്കിയത്, നല്ല കാര്യത്തിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സഹോദരങ്ങൾ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അവർ ഒരുപാട് ഉറക്കമൊഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എത്രയോ സഹോദരങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉറക്കമൊഴിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നാം സൂക്ഷിക്കണം. അതൊന്നും നമ്മുടെ സുബഹി നഷ്ടപ്പെട്ടാൽ അതിന് ന്യായീകരണമാവില്ല. നാം മനസ്സിലാക്കുക ഒരു സംഭവം, ഇമാം മാലിക് റഹിമഹുല്ലാഹ് അവിടുത്തെ വിഖ്യാതമായ അൽ മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തുകയാണ്.
എന്താണ് അതിൽ കാണുന്നത്? അബൂബക്കർ ബിൻ സുലൈമാൻ ബിൻ അബീ ഹസ്മ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ സുലൈമാൻ ബിൻ അബീ ഹസ്മ പാപ്പയെ സംബന്ധിച്ച് മകൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. സുലൈമാൻ റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എപ്പോഴും മദീനത്തെ പള്ളിയിൽ കാണാറുണ്ട്. സുബഹി നമസ്കാരത്തിന് ഒരിക്കൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ വന്നു നോക്കുമ്പോ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. ആ അവസരത്തിൽ പിറ്റേന്നതാ അങ്ങാടിയിൽ വെച്ച് ഇതേ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയെ കണ്ടുമുട്ടുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു അവരോട്, ലമ്മറ സുലൈമാൻ ഫിസ് സുബ്ഹി, ഇന്ന് സുബഹിക്ക് സുലൈമാനെ കണ്ടില്ലല്ലോ. അപ്പോൾ അവര് പറഞ്ഞത്, ഉമ്മ പറയുകയാണ്, മകനെ പറ്റി എന്താ പറഞ്ഞത്? ഒരു തോന്നിയാസം പറഞ്ഞതല്ല. എന്താണ് കാരണമെന്ന് ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ടവരെ. ഇന്നഹു ബാത യുസല്ലി ഫഗലബതുഹു ഐനാ, അദ്ദേഹം രാത്രിയിൽ സുദീർഘമായി നിസ്കാരമായിരുന്നു. ഇന്നലെ ദീർഘം അദ്ദേഹം തഹജ്ജുദ് നിസ്കരിച്ചതാണ്. എന്റെ മോൻ ഇന്നലെ ദീർഘമായി തഹജ്ജുദ് നിസ്കരിച്ച് അവസാനം അങ്ങനെ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് എന്തുണ്ടായില്ല? ഫജ്റിനെത്താൻ പറ്റിയില്ല. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, لأن نشهد صلاة الصبح في الجماعة أحب إلي من أن نقوم ليلة അതാ സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്തിന് ഹാജരാകലാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. മിൻ അൻ നഖൂമ ലൈല, ഒരു രാത്രി മുഴുവനും ഞാൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഫജ്റിന്റെ നിസ്കാരത്തിന് എത്തലാണ്. ഫജ്ർ നിസ്കാരത്തിന്റെ പുണ്യം ഒരു തഹജ്ജുദിനുമില്ല, ഒരു ഫർളിന്റെ പുണ്യം ഒരു സുന്നത്തിനില്ല. അതുകൊണ്ട് നല്ല കാര്യത്തിന് വേണ്ടിയാണ് നിസ്കരിച്ചു ഉറക്കമൊഴിച്ചവന്റെ സ്ഥിതിയാണിതെങ്കിൽ, സംഗീതം കേട്ടുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, പത്രപാരായണം നടത്തിയിട്ട്, രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ട്, അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഡ്യൂട്ടി സമയവും കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് സൊറ പറഞ്ഞിരുന്നിട്ട്, അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി റൂമിൽ സമയം ചെലവഴിച്ചിട്ട്, പാതിരയും കഴിഞ്ഞ് എത്രയോ നേരം കഴിഞ്ഞു പോയി കിടന്നുറങ്ങിയിട്ട് ഫജ്ർ നമസ്കരിക്കാൻ എഴുന്നേൽക്കാത്തവന്റെ സ്ഥിതി എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ബറക്കത്തുണ്ടാകില്ല, ജീവിതത്തിൽ ബറക്കത്തുണ്ടാവില്ല, അവൻ ഉന്മേഷമുണ്ടാവുകയില്ല. അതുകൊണ്ട് മാർക്കറ്റുകളിൽ അലഞ്ഞു തിരിയുന്നവർ, പാർക്കുകളിൽ സമയം കളയുന്നവർ, കടലോരങ്ങളിൽ വിശ്രമിച്ചുകൊണ്ട് നേരം കളയുന്നവർ, അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി അതാ സമയം ചെലവഴിച്ചുകൊണ്ട് നന്മയുടെ മാർഗത്തിലാണെങ്കിൽ പോലും പ്രഭാതത്തിലെ നിസ്കാരം സ്ഥിരമായി ഉപേക്ഷ വരുത്തുന്ന ഒരു സമ്പ്രദായമാണെങ്കിൽ അത് കടുത്ത ഹറാമാണ്. എപ്പോഴെങ്കിലും സംഭവിക്കാതിരിക്കൂലല്ലോ, എപ്പോഴെങ്കിലും സംഭവിക്കാം. അതേ അവസരത്തിൽ ഇങ്ങനെ ഫജ്റിന് എഴുന്നേൽക്കാതെ, ഫർദ് നമസ്കാരങ്ങൾക്ക് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുന്നവന്റെ ശിക്ഷയെ സംബന്ധിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ നമുക്ക് പറഞ്ഞു തന്നില്ലേ? ഒരു സുബഹി നിസ്കാരത്തിന്റെ ശേഷമതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനൊരു പതിവുണ്ട്. ആരെങ്കിലും ഇന്നലത്തെ രാത്രിയിൽ വല്ല സ്വപ്നവും കണ്ടോ? സ്വഹാബിമാര് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി കിട്ടുന്നുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്നവർക്ക് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. ഒരിക്കലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നിസ്കരിച്ച് തിരിഞ്ഞിരുന്നിട്ട് അവിടുന്ന് കണ്ട ഒരു സ്വപ്നം വിശദീകരിക്കുന്നു. സുദീർഘമായൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലതാ അവിടുന്ന് കണ്ട രംഗങ്ങളിൽ ഒരു രംഗം എന്തായിരുന്നു? ഒരാളെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. അയാളുടെ തലക്ക് ഭാഗത്തതാ വലിയ പാറക്കല്ലുമായിട്ട് ഒരാൾ നിൽക്കുകയാണ്. ആ പാറക്കല്ല് ഈ മനുഷ്യന്റെ തലയിലേക്ക് ഇടുന്നു. അതാ തല ഇങ്ങനെ അരഞ്ഞ് ചമ്മന്തിയാകുന്നു. ആ കല്ല് ഉരുണ്ടുരുണ്ട് പോയിട്ട് ആ കല്ലിങ്ങെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് എറിയാനൊരുങ്ങുമ്പോഴേക്കും അതാ ചതഞ്ഞരഞ്ഞ മനുഷ്യന്റെ ഈ തല വീണ്ടും പൂർവസ്ഥിതിയിലേക്ക് ആരോഗ്യമുള്ള ശിരസ്സായി മാറുന്നു. ഇങ്ങനെ നിരന്തരമായി തലയിലേക്ക് കല്ലെടുത്തെറിയുകയും അതങ്ങ് അരക്കപ്പെടുകയും ആ രൂപത്തിൽ ചതച്ചരക്കപ്പെടുകയും ചെയ്തുകൊണ്ട് നിരന്തരമായി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ ആരാണിവരെന്ന് റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യത്തിന് കൊടുത്ത മറുപടി എന്താണ്? അമ്മല്ലദീ യുസ്ലഹു റൗസുഹു ബിൽ ഹജരി ഫഇന്നഹു യഅഖുദുൽ ഖുർആന ഫയർഫിദുഹു വയനാമു അനിസ് സ്വലാത്തിൽ മക്തൂബ. അതാ തലയിങ്ങനെ കല്ലുകൊണ്ട് ചതച്ചരക്കപ്പെടുന്നവൻ ആരാണെന്ന് അറിയാമോ? അവന് നിസ്കാരത്തിന്റെ പ്രാധാന്യം പഠിച്ചവനാണ്, ഖുർആൻ പഠിച്ചവനാണ്. പക്ഷേ അവന്റെ ജീവിതത്തിൽ അതവൻ ഒഴിവാക്കി കഴിഞ്ഞു. അങ്ങനെ വയനാമു അനിസ്വലാത്തിൽ മക്തൂബ, നിർബന്ധ നിസ്കാരത്തിന് പോകാതെ കിടന്നുറങ്ങുന്നു. അള്ള നൽകിയ ആ ശിരസ് വെച്ചിട്ടവന്റെ ബെഡിൽ അവൻ കിടന്നുറങ്ങുന്നു, നിസ്കാരത്തിന് പോകുന്നില്ല. അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ഉത്തമം നിസ്കാരമാണ്. വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിന് വരൂ. ആ വിളി അവൻ കേട്ട ഭാവമില്ല. അങ്ങനെ താൻ തോന്നിയായിക്കൊണ്ട് കിടന്നുറങ്ങുന്ന അതൊരു സ്ഥിരം തൊഴിലാക്കി മാറ്റുന്ന കക്ഷികൾ, അവർക്ക് ഏറ്റവും ഭാരപ്പെട്ട നിസ്കാരം അത് തന്നെയാണല്ലോ. ഇന്നാ അസ്ഖല സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാ വസ്വലാത്തുൽ ഫജ്രി വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വാ. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന അസ്ഖല സ്വലാത്തി അലൽ മുനാഫിഖീന, മുനാഫിഖീങ്ങൾക്ക് ഏറെ ഭാരപ്പെട്ട നിസ്കാരം സ്വലാത്തുൽ ഇശാ, ഇശാ നിസ്കാരമാണ്. വസ്വലാത്തുൽ ഫജ്രി, വസ്വലാത്തുൽ ഫജ്രി, ഫജ്ർ നിസ്കാരവുമാണ്. വലൗ യഅലമൂൻ, അവരെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വാ, ആ നിസ്കാരത്തിന് പോയാലുള്ള പുണ്യമെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ വളരെ മുട്ടിട്ട് നിരങ്ങി നീന്തിയിട്ടെങ്കിലും അവരെത്തുമായിരുന്നു. പുണ്യത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഭൗതികമായ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ പള്ളിയിൽ ഉണ്ടാവും, ആളുകൾ ഇല്ലെങ്കിൽ ഇല്ല എന്നും കൂടി മുനാഫിക്കീങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു സംശയം ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസിലില്ലേ, മൻ നസിയ സ്വലാത്തൻ ഔ നാമ അൻഹാ ഫകഫാറതുഹാ അൻ യുസല്ലിഹാ ഇദാ ദകറഹാ. ആരെങ്കിലും ഒരു നിസ്കാരം മറക്കുകയോ അതല്ലെങ്കിൽ ഒരു നിസ്കാരത്തിന്റെ സമയത്ത് ഉറക്കിൽപ്പെടുകയോ ചെയ്താൽ ഫകഫാറതുഹാ, അതിനുള്ള പ്രായശ്ചിത്തം അൻ യുസല്ലിഹാ ഇദാ ദകറഹാ, ഓർമ്മ വന്നാൽ അതുപോലെ തന്നെ ഉടനെയൊക്കെ നിസ്കരിച്ചാൽ മതി എന്നില്ലേ. പിന്നെ എന്താ അതുകൊണ്ടൊരു തകരാറ് എന്ന് ചോദിക്കുന്നവരുണ്ടാകും. പക്ഷേ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും നടക്കുവോ? എല്ലാ ദിവസവും നടക്കുവോ? ആരാ സമ്മതിക്കുക? മനുഷ്യന്മാര് സമ്മതിക്കോ? എല്ലാ ദിവസവും ഒരാൾ ഡ്യൂട്ടിക്ക് വൈകിട്ടാണ് എത്തുന്നത്, മുതലാളി വിടുവോ? മുതലാളി എല്ലാ ദിവസവും വൈകിട്ട് വരികയാണ്. എല്ലാ ദിവസവും പിരിച്ചാണ് വിടും ജോലിന്ന്, അല്ലേ? ആർക്കാ? അതുകൊണ്ട് എല്ലാവരും അലാറം വെക്കുന്നുണ്ട്. എന്തിനാ? സുബഹിസ്കരിക്കാനല്ല, ഡ്യൂട്ടിക്ക് പോകാൻ. അതിലാർക്കും തർക്കമില്ലല്ലോ. എല്ലാവരും ബസ് വരുമ്പോഴേക്ക് ഓടുന്നു, ബസ് പോയിന്റിലേക്ക് ഓടിയെത്തുന്നു. വാഹനം എപ്പോഴാ വരുന്നതെങ്കിൽ ഇവിടെ റെഡിയാകുന്നു. അവിടെ പാർക്കിംഗ് പ്രശ്നമുണ്ടാകും, അതല്ലെങ്കിൽ ട്രാഫിക് ഏറ്റവും കൂടുതൽ ജാമാകുന്ന നേരമാണ്. നമുക്കറിയില്ലേ, സുബഹിയുടെ മുമ്പ് വിദൂര ദേശങ്ങളിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് സുബഹിക്ക് ഡ്യൂട്ടിയാണോ? 4 മണിക്കാണോ ഡ്യൂട്ടി? 6 മണിക്കാണോ ഡ്യൂട്ടി? അല്ല, 8 മണിയുടെയും 8:30യുടെയും ഒക്കെ ഡ്യൂട്ടിക്കെത്താൻ വേണ്ടി അതാ 4 മണിക്കും 3:45-നുമൊക്കെ ഇപ്രദേശങ്ങളിൽ നിന്ന് അങ്ങോട്ട് ആളുകൾ എഴുന്നേറ്റ് ഓടാറില്ലേ? എന്താ കാരണം? എന്നും സമയം തെറ്റിച്ചെന്നാൽ ജോലി വീട്ടിലായിരിക്കും. നന്നായിട്ട് അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വെള്ളിയാഴ്ച ഒരു റൂമിലും അലാറം മുഴങ്ങാറില്ല. വെള്ളിയാഴ്ച റൂമിൽ അലാറില്ല. എല്ലാ ദിവസവും അലാറം മുഴങ്ങുന്നുണ്ട്, വെള്ളിയാഴ്ച റൂമിൽ അലാറില്ല. എന്താ പ്രശ്നം? അപ്പൊ ഇതുവരെ നീറ്റത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല, അവൻ എണീക്കുന്നത് പടച്ചവന് വേണ്ടിയാണോ? പല ആളുകളുടെയും സ്ഥിതി ഇതാണ്. അതേ അവസരത്തിൽ പ്രിയപ്പെട്ടവരെ, എപ്പോഴെങ്കിലും ഒന്നൊരാൾ ഉറങ്ങിപ്പോയാൽ, എപ്പോഴെങ്കിലും ഒന്നങ്ങനെ സംഭവിക്കൂലേ? അപൂർവം സംഭവിക്കുന്നതും ഒരു സ്ഥിരം പതിവാക്കുന്നതും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചില്ലാന്ന് വരൂല. മനുഷ്യനല്ലേ? നേരത്തെ ഉറങ്ങിയാലും അലാറം വെച്ചുറങ്ങിയാലും ചിലപ്പോൾ അലാറം കേൾക്കാതെയാവാം, ചിലപ്പോൾ ഉറക്കിൽ തന്നെ അറിയാതെ അലാറം നമ്മൾ തന്നെ നീറ്റുപോയി ഓഫ് ചെയ്തിട്ടുണ്ടാവാം, നമ്മളൊന്നും അറിയൂല. അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. എല്ലാ മുൻകൂർ സംവിധാനങ്ങളും ചെയ്താലും ചിലപ്പോൾ ഉറങ്ങിപ്പോകും. അങ്ങനെ ഉറങ്ങിപ്പോകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ആ ഒരൊറ്റ സംഭവം കൊണ്ടായി നമ്മളൊന്ന് കൊല്ലങ്ങളോളം അങ്ങനെ ആ പതിവുണ്ടാക്കുന്നത്.
ഒരിക്കലേ ഉണ്ടായിട്ടുള്ളൂ. എന്താ ഒരു സംഭവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോ സഹാബത്ത് പറഞ്ഞു, നബി നിങ്ങൾ പോയി ഉറങ്ങിക്കോളി, കുറച്ച് റെസ്റ്റ് എടുത്തോളി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖാഫു അൻ തനാമു അനിസ്സലാ, നിങ്ങൾ നിസ്കാരത്തിന് എഴുന്നേൽക്കാൻ പറ്റാതെ ഉറങ്ങിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആദ്യം പറഞ്ഞു, ഉറങ്ങിപ്പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. ഖാല ബിലാൽ, ആ കൂട്ടത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാനവറുകൾ പറഞ്ഞു, അന ഊഖിലുക്കും, ഞാൻ ഉണർത്തിക്കോളാം, ഞാൻ നിങ്ങളെ വിളിച്ചുണർത്തും. കണ്ടോ, അപ്പൊ അലാറം റെഡിയാണ്. വിളിച്ചുണർത്താനാണല്ലോ നമ്മൾ അലാറം വെക്കുന്നത്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല ഏറ്റെടുത്തു ആ ദൗത്യം. ഞാൻ വിളിച്ചോളാം നബി, ഞങ്ങളൊക്കെ ഉറങ്ങിക്കോളെ, ഞാൻ വിളിച്ചോളാം, അത് ഞാൻ ഏറ്റു എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല ഏറ്റു. എല്ലാവരും കിടന്നു. ഇങ്ങനെ കുറച്ചു നേരമൊക്കെ അല്ലേ ഇരിക്കാൻ കഴിയൂ. ബിലാൽ റളിയല്ലാഹു തആല വദാ വഅസ്നദ ബിലാലുൻ ലഹ്റഹു ഇലാ റാഹിലതിഹി, അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്കും ചാരിയിട്ട് ബിലാൽ റളിയല്ലാഹു തആല ചാരിയിരുന്നപ്പോ ഫഗലബതുഹു ഐനാ, അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളെയും ഉറക്കം അത് ജയിച്ചു. ഫനാമാ, ബിലാൽ റളിയല്ലാഹു അൻഹുവും ഉറങ്ങി, അദ്ദേഹം ഉറങ്ങി. ഫസ്തൈഖള നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് അള്ളാന്റെ റസൂല് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോ സൂര്യന്റെ കിരണങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. സൂര്യോദയം നടന്നു കഴിഞ്ഞിട്ടാണ് അള്ളാന്റെ റസൂല് വരെ ഉറക്ക് തെളിയുന്നത്. ഫഖാല, നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, യാ ബിലാൽ ഐനമാ ഖുൽത, നിന്റെ വാക്കെവിടെ പോയി ബിലാലേ? നീ അല്ല പറഞ്ഞത് ഞാൻ വിളിച്ചോളാന്, എന്നിട്ടിപ്പോ എന്തേ കാര്യമുണ്ടായത്? ഖാല, അദ്ദേഹം പറഞ്ഞു, മാ ഉൽഖിയത്ത് അലയ്യ നൗമത്തുൻ മിസ്ലുഹാ ഖത്തു, ഇന്നത്തെ പോലെ ഒരുറക്കെനിക്കുണ്ടായിട്ടില്ല നബിയേ, ഞാൻ ഉറങ്ങിപ്പോയി, എന്താ ചെയ്യാ എന്ന് ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയാണ്. ഒരു നീറ്റോ ബാങ്കോ ഇഖാമത്തോ കൊടുത്ത് അവർ സുന്നത്ത് വരെ നിസ്കരിച്ചു, അങ്ങനെ ചെയ്തു. നമ്മൾക്ക് ഇന്ന് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ. പക്ഷേ ഇതൊരിക്കൽ സംഭവിച്ചത് നമുക്ക് എന്നും അതന്നെ വിചാരിച്ചാലോ? അങ്ങനെ ഉണ്ടാവും ഒരു പരിപാടി? അത് പാടില്ല. വീട്ടമ്മമാര് കിടന്നുറങ്ങുകയാണ്, പുരുഷന്മാരും പള്ളിയിൽ പോകുന്നില്ല, വീട്ടിലെ സ്ത്രീകളും പോകുന്നില്ല, കുട്ടികളും പോകുന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് ഒരു കാരണങ്ങളുമില്ലാതെ ആ രൂപത്തിലായി തീരുമ്പോ നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യം നഷ്ടപ്പെടുന്നു, ബറക്കത്ത് നഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതാ ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് പിശാചവന്റെ പെരടിയിൽ 3 കെട്ടുകൾ കെട്ടിയിടുന്നു. എങ്ങനെ ശൈത്താൻ കെട്ടിയിടാനെന്നും പറഞ്ഞു യുക്തിവാദം പറയേണ്ട ആരും. അതെങ്ങനെയാണ് അള്ളാന്റെ റസൂല് നമുക്ക് പറഞ്ഞു എന്ന് നമ്മളത് വിശ്വസിക്കുന്നു. എങ്ങനെ ശൈത്താൻ ഈ ബന്ധനങ്ങൾ ഉണ്ടാക്കല്? എന്നിട്ട് എല്ലാ കെട്ടുകളും ഭദ്രമാക്കുകയാണ് ശൈത്താൻ. എന്നിട്ടോ ഒരു മനുഷ്യൻ അങ്ങനെ എഴുന്നേൽക്കുകയാണെങ്കിൽ, അള്ളാഹനെ സ്മരിച്ചുകൊണ്ട് ദിക്റോടുകൂടെ എഴുന്നേൽക്കുകയാണെങ്കിൽ, ഉളൂ ചെയ്യുകയാണെങ്കിൽ, നമസ്കരിക്കുകയാണെങ്കിൽ, ആ 3 ബന്ധനങ്ങളിൽ നിന്നും അവൻ മുക്തനായി. ഫഅസ്ബഹ നശീതാ തയ്യിബൻ നഫ്സി, അവൻ വളരെ ഉന്മേഷത്തിലാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. അവന്റെ മനസ്സ് വളരെ ശാന്തമാണ്. കാറ്റുകളും കോളുകളും ഇല്ലാത്ത, സംഘർഷമില്ലാത്ത മനസ്സിന്റെ ഉടമയായി ഫ്രഷായിട്ട് അവൻ എഴുന്നേൽക്കുന്നു. അതേ അവസരത്തിൽ അതാ പിശാചിന്റെ കെട്ട് കെട്ടിയിട്ട് ആ കെട്ടിലങ്ങനെ കിടന്നുറങ്ങി സുഖിക്കുന്ന മനുഷ്യൻ, അവൻ എഴുന്നേൽക്കാതെ ഫജ്റിന്റെ നേരവും കഴിയുവോളം അവൻ കിടന്നുറങ്ങുമ്പോ അവൻ പിന്നെ എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ്? ഫാസ്ബഹ ഖബീസൻ നഫ്സി കസിലാൻ, മഹാമടിയനായിട്ട് വൃത്തികെട്ട മനസ്സിന്റെ ഉടമയായിട്ട് അവൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു. റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചവനോട് ചോദിക്കണം പ്രിയപ്പെട്ടവരെ, അത് നമ്മളെ അനുഭവമല്ലേ? ഫജ്ർ കൃത്യമായിട്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാം, അതും 1ാമത്തെ സഫിലൊക്കെ നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടി. എന്തൊരു ഉന്മേഷമാണെന്ന് മനസ്സിന്, എന്തൊരു സമാധാനം. എൻ്റെ റബ്ബിനോട് എൻ്റെ എല്ലാ കാര്യവും പറഞ്ഞില്ലേ, അവൻ്റെ തുറന്നു വെച്ചില്ലേ, എന്തൊരു സമാധാനമാണ്, എന്തൊരു സന്തോഷമാണ്. അതേ അവസരത്തിൽ ആ നിസ്കാരം കിട്ടാത്തെന്ന് മാനസികമായിട്ട് ഒന്ന് ഫജ്റിന് പോകാൻ പറ്റിയില്ലല്ലോ, കഴിഞ്ഞില്ലല്ലോ. ആ ഒരു കുറ്റബോധം അവനെ പിടികൂടുന്നു. ഒരു റാഹത്ത് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവരെ അത് മുഖേന നമുക്ക് വന്നു ചേരുന്നുണ്ട്. അപ്പോ അങ്ങനെ ഉറക്കമൊഴിക്കാൻ
നമ്മുടെ ഈ നിസ്കാരത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉറക്കമൊഴിക്കൽ വേണ്ട. അതുപോലെ തന്നെ കുടുംബങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയൂല ഒരാൾക്ക്. ദീർഘമായി പുറം ലോകത്ത് ഉറക്കമൊഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വളരെ വൈകി വീട്ടിലെത്തുമ്പോൾ തന്നെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, തന്റെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ധാർമ്മിക നിലവാരം, അവരുടെ അവസ്ഥ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവരുടെ ദീനിയും ദുന്യവിയുമായ കാര്യങ്ങളിൽ ചിന്തിക്കാനോ ഏർപ്പെടാനോ കഴിയാതെ ആ രൂപത്തിലുള്ള നഷ്ടങ്ങൾ. അതുപോലെ തന്നെ ഉറക്കമൊഴിച്ച് ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കുന്ന ആളുകൾ ഡ്യൂട്ടിക്ക് എത്തിയാൽ തന്നെ ഉന്മേഷമില്ല. വിദ്യാർത്ഥികൾ നേരത്തെ മദ്രസയിൽ ഒരു പക്ഷേ എത്തില്ല, സ്കൂളുകളിൽ എത്തില്ല, ഡ്യൂട്ടിക്ക് കൃത്യമായിട്ട് എത്തില്ല, എത്തിയാൽ പോലും ഉന്മേഷമില്ലാത്ത മനസ്സ്, ഉറക്കച്ചടവ്, മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല, ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല. അള്ളാഹ് നിശ്ചയിച്ച പ്രകൃതിക്ക് എതിര് ചെയ്യുമ്പോ പലപ്പോഴും പ്രശ്നങ്ങളാണ്. വൈദ്യശാസ്ത്രവും ശാസ്ത്രലോകവും ഒക്കെ പലപ്പോഴും പറയുന്നുണ്ടെന്ന്, രാത്രിയിൽ ഒരാൾ ഉറങ്ങിക്കിട്ടുന്ന സുഖം പകലെത്ര ഉറങ്ങിയാലും കിട്ടൂല. സുദീർഘമായി ഒരാൾ പകലുറങ്ങിയാലും രാത്രിയിൽ കുറച്ചു നേരം ഉറങ്ങുന്ന സുഖം കിട്ടൂല എന്നാണ്. കാരണം രാത്രിയെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ശാരീരികമായ അവസ്ഥ നോക്കൂ. രാത്രിയിൽ ഉറങ്ങുമ്പോൾ അവന്റെ കണ്ണുകളിലൂടെ, ശരീരത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ ഉണ്ട് എന്നാണ്. അവന്റെ ശരീരത്തിന്റെ പേശീബലത്തിന് ആവശ്യമായ, അവന്റെ എല്ലുകളുടെ ബലത്തിന് ആവശ്യമായ, അവന്റെ ബൗദ്ധികമായ ബുദ്ധിപരമായ വികാസത്തിനും വളർച്ചക്കും ആവശ്യമായ പല രൂപത്തിലുള്ള അല്ലാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, നിർമ്മിക്കപ്പെടുന്ന, ലഭിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാത്രികളിലെ ഉറക്കത്തിലൂടെയാണ്. അല്ലാഹു രാത്രിയെ ശരിക്ക് പ്രകൃത്യാ നിശ്ചയിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. പകലാണ് നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെയും ജീവസന്ധാരണത്തിന്റെയും സമയമാക്കി നിശ്ചയിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധ്യമാണ്. വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസാ വന്നൗമ സുബാതാ വജഅലൻ നഹാറ നുശൂറാ. അല്ലാഹ് ആരാണ്? ജഅല ലക്കുമുൽ ലൈല ലിബാസാ, രാത്രിയെ നിങ്ങൾക്കതാ ഒരു വസ്ത്രമാക്കി തന്നവനാണ്. വസ്ത്രത്തിന്റെ അകത്ത് കൂടി മറക്കേണ്ടത് മറച്ച് തന്റെ സ്വകാര്യതകളിൽ, തന്റേതായ സ്വകാര്യതകളിൽ ഒരു റെസ്റ്റിന്, ഒരു ആശ്വാസത്തിന് നിശ്ചയിക്കപ്പെട്ട സമയം. വന്നൗമ സുബാതാ, വന്നൗമ സുബാതാ, ആശ്വാസകരമായ ഉറക്ക്. വജഅലൻ നഹാറ നുശൂറാ, പകലോ പകൽ ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. എഴുന്നേൽപ്പ് വേളയാണ്, എഴുന്നേൽപ്പ് വേളയാണ് പകൽ. അതുപോലെ തന്നെ അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി വന്നഹാറ മുബ്സിറാ, അവൻ നിങ്ങൾക്ക് രാത്രിയെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ലിതസ്കുനൂ ഫീഹി, ആ രാത്രിയിൽ നിങ്ങൾ അടങ്ങാനാ, നല്ല ശാന്തി, സമാധാനം, സ്വസ്ഥമായിട്ട് അടങ്ങാനാ. വന്നഹാറ മുബ്സിറാ, വന്നഹാറ മുബ്സിറാ, പകലിനെയാണ് അവൻ നിങ്ങൾക്ക് വെളിച്ചത്തിനും നിങ്ങളുടേതായ പ്രശ്നങ്ങൾക്കും വേണ്ടി നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തുൻ നബഅ പഠിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവില്ലല്ലോ. അമ്മയത്തെ സാരുണം തുടങ്ങുന്ന ആയത്തിൽ എന്താ അല്ലാഹ് പറഞ്ഞത്? വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മആശാ, രാത്രിയെ അവൻ നിശ്ചയിച്ചു തന്നു വസ്ത്രമെന്ന രൂപത്തിൽ, പകലിനെയോ ജീവസന്ധാരണ വേളയാക്കിയിട്ട് അവൻ നിശ്ചയിച്ചിരുന്നത് രാത്രിയാണ്. അപ്പൊ ഈ പ്രകൃതിക്ക് എതിര് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരും, മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകും, മറവി വർദ്ധിക്കും, അതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടാകും, അലസത കൂടും, ശാരീരികവും മാനസികവുമായി തളർച്ചയുണ്ടാകും, ദേഷ്യം സഹിക്കാനാകും, ദുഃഖവും സങ്കടവും ഒക്കെ തളം കെട്ടും. എത്രത്തോളം നിരന്തരമായ ഒരു മനുഷ്യൻ ഉറങ്ങാതായാലോ ഭ്രാന്താണ് പിടിക്കും, അല്ലേ? ഉറക്കില്ലെങ്കിൽ അവസാനം മാനസിക രോഗിയായി മാറും. എത്ര വലിയ നിഅമത്താണ്, എത്ര വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഇബാദത്തുകൾക്ക് വേണ്ടി പോലും കണ്ണുകൾ ഉറക്കമൊഴിച്ച് കഷ്ടപ്പെടുത്തുന്നയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പാടില്ല, നിനക്ക് നിന്റെ കണ്ണുകളോട് അവകാശമുണ്ട്, ബാധ്യതയുണ്ട് എന്നാണല്ലോ. അപ്പോ എത്രത്തോളം അത് പ്രാധാന്യമുള്ളതാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഉറക്കമൊഴിക്കുന്നത് അത് ഒരു അപകടത്തിലേക്ക് എത്തുമെങ്കിൽ അത് പാടില്ലെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരുപാട് വൻ ദുരന്തങ്ങളുടെ പിന്നിൽ വലിയ വലിയ വ്യവസായശാലകളിൽ, വമ്പൻ ഫാക്ടറികളിൽ, വ്യവസായ യൂണിറ്റുകളിൽ, ആണവ നിലയങ്ങളിലൊക്കെ വമ്പിച്ച പൊട്ടിത്തെറികളും അതുപോലെ തന്നെ വൻ ദുരന്തങ്ങളൊക്കെ ഉണ്ടായത് അത് വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ തൂങ്ങി ഉറങ്ങിയത് കൊണ്ടായിരുന്നു. സമയത്തിന് ഉറങ്ങിയില്ല, ഉറക്കത്തിന്റെ പ്രശ്നം കൊണ്ടായിരുന്നു എന്ന് നമുക്കറിയാത്തതല്ലല്ലോ. വാഹനാപകടങ്ങളിൽ നടക്കുന്ന മിക്ക റിപ്പോർട്ടുകളിലും ഡ്രൈവർ
ഉറങ്ങുകയാണ്, ഉറക്കത്തിന്റെ കുറവ് കാരണത്താൽ ആ രൂപത്തിലുള്ള അശ്രദ്ധ കാരണമാകുന്നു എന്നതറിയാത്ത ആളുകളില്ല. ഇങ്ങനെ ഭൗതികമായും അതുപോലെ തന്നെ പാരത്രികമായും ഒക്കെ ഒട്ടേറെ നഷ്ടങ്ങൾ ഉറക്കമിളക്കുന്നതിന്റെ പേരിൽ യുവാക്കളിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടി മരുന്നുകളും ചികിത്സകളും സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നതിന്റെ പേരിൽ ലോകരാഷ്ട്രങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കേണ്ടി വരുന്നത് എന്നുകൂടി നമ്മൾ ഇതിനോടുകൂടെ ചേർത്ത് വായിക്കണം. ലോകത്ത് ധനനഷ്ടമുണ്ടാകുന്നുണ്ട്, മാത്രമല്ല ഏറ്റവും മുബാറക്കായ സമയത്ത് കടന്നുറങ്ങേണ്ടി വരുന്നു എന്ന ദുരന്തമുണ്ട്. ഏറ്റവും മുബാറക്കായ സമയത ഫജ്ർ കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ആ സമയത്തൊക്കെ തുടർച്ചയായ ആ സമയത്തുണ്ടല്ലോ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എന്റെ സമുദായത്തിന് അവരുടെ ആ പ്രഭാതം നീ ബറക്കത്ത് ചൊരിയണേ. അള്ളാന്റെ ബറക്കത്തുകൾ വീതിക്കപ്പെടുന്ന നേരമാണ്, ആ നല്ല സമയമാണ് സൂര്യോദയത്തോടടുക്കുന്ന ഫജ്ർ കഴിഞ്ഞിട്ടുള്ള സമയം. അതുകൊണ്ട് അള്ളാന്റെ റസൂല് കഴിയുന്നത്ര പള്ളിയിൽ തന്നെ ഇരിക്കും, ഇനി വീട്ടിൽ വന്നാലും ഉറങ്ങൂല. അതല്ലെങ്കിൽ സഹാബിമാരൊക്കെ അങ്ങനെയായിരുന്നു. ആ സമയത്ത് ഉറങ്ങുന്നത് കാണുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ വീട്ടിൽ വന്നപ്പോ തന്റെ മകൻ ഉറങ്ങുന്നത് കണ്ടപ്പോ ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം ചോദിച്ചു, ഖും, മോനെ എഴുന്നേൽക്ക്, അത്തനാമു ഫിസ്സാഅത്തില്ലതി തുഖസ്സമു ഫീഹൽ അർസാഖ്, പടച്ച റബ്ബിങ്കൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ വീതിക്കപ്പെടുന്ന ഈ നേരത്ത് ഉറങ്ങുകയാണോ? അപ്പൊ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമുക്ക് കഴിയുന്നത്ര നമ്മൾ നല്ല നല്ല കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുക. ഹറാമുകളിൽ നിന്ന് കഴിയുന്നത്ര വിട്ടു നിൽക്കല്ല, ഹറാമുകളിൽ നിന്ന് അമ്പേ വിട്ടു നിൽക്കുക. നന്മയുടെ മാർഗങ്ങൾ ഫത്തഖുല്ലാഹ മസ്തതഅ്തും, കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്നോട് ചോദിക്കുക, ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരങ്ങളും അവരവരോട് ചോദിക്കുക, എന്റെ ഉറക്കമൊഴിക്കുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റി നാളെ എന്റെ റബ്ബ് ചോദിക്കും. എനിക്കവിടെ തൃപ്തികരമായ മറുപടി മറ്റൊരാളുടെയും മുമ്പിൽ ബോധിപ്പിക്കാനല്ല, എന്റെ നാഥന്റെ അടുക്കൽ മഖ്ബൂലായ സ്വീകാര്യോഗ്യമായ മറുപടി കൊടുക്കാൻ എനിക്ക് സാധ്യമാകണം എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. അള്ളാന്റെ മുമ്പിൽ എനിക്ക് മറുപടി കൊടുക്കാൻ കഴിയണം എന്ന ബോധത്തോടുകൂടി നിയന്ത്രണങ്ങൾ വരുത്തുക. കുറ്റങ്ങളുണ്ടെങ്കിൽ നാം ശ്രദ്ധിക്കുക. കഴിവിന്റെ പരമാവധി ഈ രംഗത്തെക്കുറിച്ചുള്ള ആലോചനകൾക്ക് നാം വലിയ സമയം കാണുക എന്നെന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. റഹ്മാനായ നാഥൻ സൽക്കർമ്മങ്ങളിൽ മുഴുകുവാനും നല്ല കാര്യങ്ങളെ കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.